കുവൈറ്റിൽ താൻ ജോലി ചെയ്ത അതേ കമ്പനിയിൽ മകനും ജോലി ലഭിച്ചപ്പോൾ ഏറെ സന്തോഷിച്ച പിതാവാണ് പത്തനംതിട്ട കീഴ്വായ്പേറു സ്വദേശി എബ്രഹാം. കുവൈറ്റിൽ താൻ താമസിച്ച അതേ മുറി മകന് വിട്ടു നൽകിയാണ് എബ്രഹാം നാട്ടിലേക്ക് മടങ്ങിയത്. അതേ കെട്ടിടത്തിലെ മുറിയിൽ തീപിടുത്തത്തിൽ മകന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മകനെ ഓർത്ത് വിതുമ്പുകയാണ് എബ്രഹാം. കുഞ്ഞിന്റെ 1-ാം പിറന്നാൾ ആഘോഷത്തിനായി നാട്ടിലേക്ക് വരാൻ ഇരിക്കവെയാണ് സിബിൻ എബ്രഹാമിന് ജീവൻ നഷ്ടമായത്. വരുന്ന ഓഗസ്റ്റ് 18-ന് കുഞ്ഞിന്റെ 1-ാം പിറന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു പത്തനംതിട്ട കോഴഞ്ചേരി കീഴ്വായ്പൂര് സ്വദേശി സിബിൻ എബ്രഹാം. അന്തിയുറങ്ങുന്ന കുവൈറ്റിലെ കെട്ടിടത്തിലെ മുറി തീകോളമാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭാര്യയുമായി 1.5 മണിക്കൂറോളം സിബിൻ ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് ഉറ്റവരെ തേടിയെത്തിയത് ഹൃദയഭേദകമായ വാർത്തയായിരുന്നു. അച്ഛൻ എബ്രഹാമിന് മകന്റെ വിയോഗ വാർത്ത ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ആശ്വസിപ്പിക്കാനെത്തുന്ന ബന്ധുക്കളോട് വിഷമം ഉള്ളിലൊതുക്കി മറുപടി. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ആ കണ്ണുകൾ ഈറനണിഞ്ഞു. എബ്രഹാം ജോലി ചെയ്തിരുന്ന കുവൈറ്റിലെ അതേ കമ്പനിയിൽ തന്നെ മകനും ജോലി ലഭിച്ചപ്പോൾ എബ്രഹാം ഏറെ സന്തോഷിച്ചു. താൻ കിടന്നുറങ്ങിയിരുന്ന കുവൈറ്റിലെ അതേ മുറിയിൽ തന്നെയായിരുന്നു മകനും കഴിഞ്ഞിരുന്നത്. ആ കെട്ടിടം അപ്പാടെ തീ വിഴുങ്ങിയപ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇല്ലാതായത്. ബന്ധുക്കളും സിബിന്റെ വിയോഗത്തിൽ വിതുമ്പുകയാണ്. പോയിട്ട് വർഷങ്ങളായി, 12 വർഷത്തോളമായി. 18 വർഷങ്ങളുണ്ടായിരുന്നു ഇതേ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞിന് 8 മാസം പ്രായമല്ലേ? അതെ, 8 മാസം പ്രായം. പിറന്നാളിന് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആഗസ്റ്റ് മാസത്തിൽ എൻ്റെ പിറന്നാളാണ്. അത് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കെട്ടിടത്തിന് തീപിടിച്ചതും അനേകം പേരുടെ ജീവിതം പൊലിഞ്ഞതും ഈ പിതാവ് അറിഞ്ഞിരുന്നു. മകൻ രക്ഷപ്പെട്ടിരിക്കുമെന്ന പ്രതീക്ഷ എബ്രഹാമിനുണ്ടായിരുന്നു. ഒടുവിൽ പട്ടികയിൽ സ്വന്തം മകന്റെ പേരുകൂടി കണ്ടപ്പോൾ ആ യാഥാർത്ഥ്യം പതിയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ് ഈ അച്ഛൻ. റിപ്പോർട്ടർ, പത്തനംതിട്ട.